എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചാൽ അതിന്റെ അടുത്ത ദിവസം കോൺട്രാക്ടർ ഇത് വന്ന് ശരിയാക്കി തരും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഇതിനുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള സൊല്യൂഷൻ എത്ര സമയത്തിനകത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരാളൊരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞു, ആ കംപ്ലൈന്റ് ജെനുവിൻ ആണോ എന്നറിയണം. അപ്പൊ അതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടോ? ആ സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിൽ ഈ വിളിച്ചു പറയുന്ന ആളിനെ അത് അറിയിക്കുന്ന ഒരു രീതി ഉണ്ടോ? എങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധിയുടെ കൂടി ഒരു സാന്നിധ്യത്തിൽ ഇത് നടത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ? ഈ കാര്യങ്ങൾ കൂടി പറയേണ്ടതാണ്. വെറുതെ കേവലം ഒരു നമ്പർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഇത് ചെയ്തിരിക്കുന്ന കരാറുകാരനാണ്. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർക്കാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ പൊതുജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന സർക്കാരിന് ഇതിനേക്കാൾ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം. അവൻ പറഞ്ഞ നേരാ. ഇതിപ്പോ നേരിട്ട് ജനങ്ങളെ വിളിച്ച് ഡീൽ ചെയ്തോ, അതുകൊണ്ട് റോഡുകളുടെ അവസ്ഥ എങ്ങ് മെച്ചമാകും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് നേരിട്ട് അറിയാം. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആ കോൺട്രാക്ടറെ നേരിട്ട് സമീപിച്ച് സത്വര നടപടികൾ ആവശ്യപ്പെടാനും സർക്കാരിന് വയ്യ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ലയബിലിറ്റിയാണ്, നിങ്ങൾ ചെയ്തോളൂ എന്നാണ്? ഇത് പുലിവാലാവട്ടെ നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിരുന്നോളൂ. റോഡ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾ ഇതിന്റെ കാവൽക്കാരായിക്കോളൂ എന്ന് പറഞ്ഞാൽ, എങ്കിൽ ആ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് പോലും അത് ഏത് ഭാഗത്താണ്, അതിന്റെ ഡിസൈൻ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പബ്ലിക് ആക്കുക, അതിൽ പോലും ഒരു പൊതുജന പങ്കാളിത്തം ഉണ്ടാക്കുകയും വേണം. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്നത് തെറ്റാണ്. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇതെല്ലാം തന്നെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ഗാലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഗിമ്മിക്കിന്റെ ഭാഗമാണ്. കാരണം വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കതൊരു എസ്കലേഷൻ പോയിന്റിന് ഒരാളിന്റെ നമ്പർ പ്രദർശിപ്പിക്കുന്നത് പോലെ അല്ല റോഡ്. റോഡ് എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് പരസ്യമാണ്, പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. ആ റോഡ് വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അവിടെയുള്ള ജനപ്രതിനിധികൾക്കും അതിന്റെ അവസ്ഥ അറിയാവുന്ന. എങ്കിൽ ആ അവസ്ഥ ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ജനപ്രതിനിധികളായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഒന്നും വേണ്ട. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടായിരുന്നു. മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വന്നതിന് ശേഷം ആ ആപ്പ് വീണ്ടും ലോഞ്ച് ചെയ്യുന്നു, മറ്റൊരു പേരിൽ വേറൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുന്നു. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്? റോഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതിനപ്പുറത്തേക്ക് സത്വരമായിട്ടുള്ള നടപടികൾ, ആ നടപടികൾ എങ്ങനെയൊക്കെയാണ്, ആരെയൊക്കെ ഉൾപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പണി മോശമാണ്, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ശിക്ഷിക്കാനായിട്ടുള്ള നിയമനിർമ്മാണം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുന്നു? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഭീമമായ രീതിയിലുള്ള പിഴ ശിക്ഷ, തടവ് ശിക്ഷ, അങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ, അത് ഏത് സർക്കാരായിക്കോട്ടെ മുമ്പ് എടുത്തിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കൂടി മന്ത്രി തയ്യാറാകണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകൂ. കാരണം ഇത് കേവലം ഇന്നുണ്ടായ റോഡുകളല്ല, ഇതൊരു തുടർച്ചയാണ്. നമ്മൾ കേൾക്കുന്ന പല രീതിയിലുള്ള വാദങ്ങളുണ്ട്. ഇപ്പോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഈ മിക്സ് ഉപയോഗിക്കുന്നതിനുള്ള പ്ലാന്റ്, പണ്ട് ഡ്രം മിക്സ് പ്ലാന്റ് ആണ്, അപ്പൊ അത് ഉയർന്ന താപനിലയിൽ ഇതിനെ ഈ വസ്തുക്കളെ എല്ലാം കൂടെ നിക്ഷേപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബോണ്ടിങ് നടക്കാത്തത് എന്നൊക്കെ പല രീതിയിലുള്ള ന്യായങ്ങൾ ഈ കോൺട്രാക്ടർമാർ പറയുമായി. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. അപ്പോ ടെക്നോളജിയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഡ്രൈവർലെസ് കാറുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് റോഡ് നിർമ്മാണത്തിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ അത് ഏത് മാർഗങ്ങൾ ഉപയോഗിച്ച്, ഏതൊക്കെ എക്യുപ്മെന്റ് ഉപയോഗിച്ച് അത് സയന്റിഫിക് ആയിട്ട് അത് അവിടെ ഒട്ടിക്കുക, അല്ലെങ്കിൽ ആ റോഡ് നമ്മളിപ്പോ ഈ ഒട്ടിപ്പോ നെയിം സ്ലിപ്പ് ഒട്ടിപ്പിക്കുന്നത് പോലെ അല്ലാതെ കേവലം ടാർ ഒട്ടിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിസൈൻ ചെയ്ത് റോഡ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാം ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.